നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പുസ്തകം മുഴുവൻ കാണാപ്പാഠം പഠിക്കും. പക്ഷേ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരാറുണ്ടോ? മിക്ക കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാം ഹാളിൽ ഓർത്തെടുത്ത് റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ 100-ൽ തന്നെ അല്ലെങ്കിൽ ആദ്യ 50-ൽ തന്നെ ഇടം നേടുന്ന റാങ്ക് ഹോൾഡേഴ്സിന്റെ സീക്രട്ട് എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ ഉൾപ്പെടെയുള്ള സർക്കാർ ജോലി വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ ചെയ്തിട്ടുള്ള കുറച്ച് സീക്രട്ട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. ആ സീക്രട്ട് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഷോർട്ട് നോട്ടും റിവിഷൻ സ്ട്രാറ്റജിയും, റാങ്ക് ഹോൾഡേഴ്സിന്റെ ഷോർട്ട് നോട്ടും റിവിഷൻ സ്ട്രാറ്റജിയും തന്നെയാണ് അവരുടെ സീക്രട്ട് വെപ്പൺ. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കാൻ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും നമ്മുടെ ഹർഷിതം എഡ്യൂടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. കൂടാതെ ഈ വീഡിയോയിൽ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് S എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. ഒരു റാങ്ക് ഹോൾഡർ ആകാൻ ആദ്യ 50-ൽ ഇടം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും S എന്നൊന്ന് താഴെ കമന്റ് ചെയ്യാമോ? ഊർജ്ജസ്വലരായിട്ട് യെസ് എന്ന് കമന്റ് ചെയ്യൂ, യെസ് എന്ന് മനസ്സിൽ പറയും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ ഷോർട്ട് നോട്ട്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പൊ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ മിക്കവർക്കും നോട്ട് എഴുതാൻ തന്നെ മടിയാണ്. റാങ്ക് ഫയൽ എടുത്തു വെച്ചാൽ വായിക്കുക, പഠിച്ചു തീർത്തങ്ങ് മടക്കി വെക്കുക. അതല്ലേ നിങ്ങൾ ദിവസവും ചെയ്യാറ്? അങ്ങനെ ചെയ്യരുത്. പിന്നെ വേറൊരു അബദ്ധം കൂടെ പറയട്ടെ. റാങ്ക് ഫയലിലെ കാര്യങ്ങൾ അതുപോലെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ പകർത്തിക്കൊണ്ടിരുന്നാൽ ഇത് ഷോർട്ട് നോട്ട് അല്ല, നിങ്ങൾ ചുമ്മാ എഴുതി പോകുന്നതാണെന്ന് ഞാൻ പറയും. ഇതിനെ ഷോർട്ട് നോട്ട്സ് എന്നല്ല പറയുന്നത്. റാങ്ക് ഹോൾഡേഴ്സ് എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് റെഡിയാക്കുന്നത്? റാങ്ക് ഹോൾഡേഴ്സ് എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് റെഡിയാക്കുന്നത്? നിങ്ങളിൽ നിന്നും അവർ എങ്ങനെ വ്യത്യസ്തരാകുന്നു നോക്കാം. ആദ്യമായിട്ട് കീവേഡുകൾ മാത്രം, അതായത് ഒരു പാരഗ്രാഫ് മുഴുവൻ എഴുതുന്നതിന് പകരം അതിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, പേരുകൾ, സ്ഥലങ്ങൾ ഇവ മാത്രം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. ഇങ്ങനെയാണ് അവർ ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. കീവേഡുകൾ മാത്രമായിരിക്കും എഴുതി വെക്കുന്നത്. രണ്ടാമത്തെ ഒരു ടിപ്പ്, കോഡുകളും കണക്ഷനുകളും, അതായത് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സ്വന്തമായി എന്തെങ്കിലും കോഡുകൾ വെച്ച് കണക്ട് ചെയ്തായിരിക്കും അവർ എഴുതി വെക്കുന്നത്, അവർ പഠിക്കുന്നത്. അപ്പൊ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടുകൾ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കഥ പോലെ ഫ്ലോ ചാർട്ട് ഇങ്ങനെ വരച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. റിവിഷൻ അടിക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഷോർട്ട് നോട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാമോ? ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കീവേഡുകൾ മാത്രം ഉപയോഗിക്കുക. അതായത് ഒരു പാരഗ്രാഫ് മുഴുവൻ എഴുതുന്നതിന് പകരം അതിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, പേരുകൾ, സ്ഥലങ്ങൾ എന്നിവ മാത്രം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കോഡുകളും കണക്ഷനുകളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സ്വന്തമായി എന്തെങ്കിലും കോഡുകൾ വെച്ച് കണക്ട് ചെയ്ത് എഴുതി വെക്കാൻ വേണ്ടി നോക്കുക. ഫ്ലോ ചാർട്ടുകൾ വരച്ചുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചരിത്രവും അതുപോലെ ജോഗ്രഫിയും ഒക്കെ പഠിക്കുമ്പോൾ, ഭരണഘടന പഠിക്കുമ്പോൾ കഥ പോലെ ഫ്ലോ ചാർട്ടുകൾ വരച്ചു പഠിക്കുക. ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഇന്ന് നമ്മുടെ ആലപ്പുഴ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോ നമ്മുടെ സ്വന്തം കുട്ടി ആതിര കൃഷ്ണൻ ജെ സെക്കൻഡ് റാങ്ക് വാങ്ങിയിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പഠിച്ച് മികച്ച നേട്ടം കൈവരിച്ച ആതിരയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ആതിര AS ലിസ്റ്റിൽ മാത്രമല്ല ഉള്ളത്, ഉന്നത റാങ്കിൽ ആലപ്പുഴയിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് ഓയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചിൽ പഠിക്കുന്ന കുട്ടിയുടെയാണ്. അപ്പൊ ആതിരയ്ക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്.
അപ്പൊ ആതിരെ പോലെ നിങ്ങൾക്കും നാളെ ഉന്നത റാങ്കിൽ എത്തണോ? അതിനുവേണ്ടി LDC പുതിയ ബാച്ച് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വരുന്ന മാർച്ച് മാസം 9-ാം തീയതി ആരംഭിക്കുകയാണ്. ഈ ഒരാഴ്ച കൂടെ മാത്രമേ അഡ്മിഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഈ ബാച്ച് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2027 LDC എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. അപ്പൊ LDC ബാച്ചിലേക്ക് എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. കമ്പ്യൂട്ടറിലും നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ പോകുന്നു. ഈ ഒരു സുവർണ അവസരം, എന്റെ ഡയറക്റ്റ് മെന്റർഷിപ്പ് എന്ന സുവർണ അവസരം നിങ്ങൾ പാഴാക്കി കളയരുത്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കമന്റിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ റെഡിയല്ലേ? ആതിരെ പോലെ നാളെ നിങ്ങൾക്കും 1-ാം റാങ്കും 2-ാം റാങ്കും ഒക്കെ നേടാൻ സാധിക്കും. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതിനുവേണ്ടി. ഓക്കെ, അടുത്ത ടിപ്പിലേക്ക് പോകാം. ദ മാജിക് ഓഫ് റിവിഷൻ. റാങ്ക് ഹോൾഡേഴ്സിന്റെ സീക്രട്ട് വെപ്പൺ നമ്പർ 2, ദ മാജിക് ഓഫ് റിവിഷൻ. മാജിക് ഓഫ് റിവിഷനിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു റൂൾ ഉണ്ട്, 137 റൂൾ. എന്താണ് ഈ 137 റൂൾ? അതിനു മുന്നേ റിവിഷന്റെ പ്രാധാന്യം. അടുത്ത് നിങ്ങൾ പഠിച്ചതൊക്കെ സെറ്റായി. ഇനി ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ ഇന്റർവെൽസിൽ നിങ്ങൾ റിവിഷൻ ചെയ്യണം. റാങ്ക് ഹോൾഡേഴ്സ് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു റിവിഷൻ സ്ട്രാറ്റജിയാണ് ദ 137 റൂൾ. എന്താണ് ഈ 137 റൂൾ? ഡേ 1-ൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് കരുതുക. ഡേ 3 ആകുമ്പോൾ, അതായത് 3-ാമത്തെ ദിവസം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ആദ്യ ദിവസം പഠിച്ച ആ ഷോർട്ട് നോട്ട്സ്, നേരത്തെ എഴുതി വെച്ച ഷോർട്ട് നോട്ട്സ് വെറുതെ ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ച 2 ദിവസം മുന്നേ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ തലയിലേക്ക് ഓടി വരുന്നതായിട്ട് കാണാം. അവിടെ നിർത്തിയോ? ഇല്ല. ഡേ 7 ആകുമ്പോൾ, അതായത് ആ ആഴ്ചയുടെ അവസാനം ഞായറാഴ്ച, ആ ആഴ്ച പഠിച്ച മുഴുവൻ കാര്യങ്ങളും വീണ്ടും റിവിഷൻ അടിക്കൂ. അപ്പൊ ആ ആഴ്ച നിങ്ങൾ പക്കയാണ്, സെറ്റാണ്. ഈ ഒരു റൂള് പരീക്ഷ ഹാളിൽ കയറുന്ന അന്ന് വരെ നിങ്ങൾ ചെയ്യണം. പരീക്ഷ എഴുതുന്നത് വരെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, പാലിക്കുമല്ലോ? ഡേ 1, ഡേ 3, ഡേ 7, ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് റിവിഷൻ റൂൾ, ദ 137 റൂൾ. ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ആയിക്കോളും. നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കല്ല, ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ആയിക്കോളും. അടുത്ത ഒരു ടിപ്പാണ്, അടുത്ത ഒരു സീക്രട്ട് വെപ്പൺ ആണ് മോക്ക് ടെസ്റ്റുകളുടെ പ്രാധാന്യം. എന്തുമാത്രം എക്സാംസ് എഴുതാൻ സാധിക്കുമോ അത്രത്തോളം എക്സാംസ് എഴുതുക. എവിടെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണോ അതൊക്കെ എഴുതിക്കോളാം. മോക്ക് ടെസ്റ്റുകളുടെ പ്രാധാന്യവും കോൾ ടു ആക്ഷനും. അതായത് വെറുതെ റിവിഷൻ അടിച്ചു, പഠിച്ചു, റിവിഷൻ അടിച്ചു, ഷോർട്ട് നോട്ട് എഴുതി മാത്രം മതിയോ? പോരാ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് സ്വയം ടെസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് മോക്ക് ടെസ്റ്റ് എഴുതാൻ പറയുന്നത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ടെസ്റ്റിന്റെ രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ മോഡൽ എക്സാംസും ടെസ്റ്റിന്റെ രൂപത്തിൽ എഴുതാം. അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക്, പരീക്ഷയിലെ വില്ലൻ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പില് മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ട് തരും. വീക്ക്ലി നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ശനി ഞായറും കഴിഞ്ഞിട്ട് ഞായറാഴ്ച അതിന്റെ എക്സാം ഇട്ട് തരും. അപ്പൊ ആപ്പിൽ ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതാം. ഇത്രയും ഈ 1-1.5 വർഷത്തോളം ഇത്രയും മോക്ക് ടെസ്റ്റുകൾ എഴുതി ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ അടുത്ത LDC പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുള്ള പഠനത്തിലേക്ക് തിരിച്ചു വന്ന വീട്ടമ്മമാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കാൻ കൂടിയാണ് പറയുന്നത്. ഈ 1-1.5 വർഷം നമുക്ക് നന്നായിട്ട് പഠിക്കാം, നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് എഴുതാം. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ S എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മാത്രം ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലാണ് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുന്നത്, ഞാൻ പറഞ്ഞ രീതിയിലാണോ ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു കിഡിലൻ വീഡിയോവുമായിട്ട്, യൂസ്ഫുൾ ആയിട്ട് അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.